ഹലോ കേസിൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ചാനലിൽ സിനിമ റിവ്യൂസും തിയേറ്റർ റിവ്യൂസൊക്കെ ഇരുന്ന് എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. അപ്പോൾ ഞാൻ ഇന്ന് നിവിൻ പോളിയുടെ പുതിയ സിനിമ ബെത്തലിൻ കുടുംബ യൂണിറ്റ് കാണാൻ വന്നിട്ടുണ്ട്. എന്ന് പറയാം, BK നമുക്ക് ഷോർട്ട് ഫോമിൽ വിളിക്കാം. അതുപോലെ നിവിൻ പോളി ഈ സിനിമയ്ക്കകത്ത് നിവിൻ പോളിയെ പോരായിട്ട് നമ്മുടെ മമിത ബൈജു, സുരേഷ് കുമാർ, നമ്മുടെ കൺവിൻസിങ് സ്റ്റാർ സുരേഷ് കുമാർ, അങ്ങനെ നമ്മുടെ പ്രേമലുൽ ആദി, നമ്മുടെ അങ്ങനെ എത്രയോ പേരുണ്ട് നമ്മുടെ അമൽ ഡേവിസ്, അങ്ങനെ കയ്യിലാണ്. അതായത് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള എല്ലാ ന്യൂസിൻ പയ്യന്മാരും അതുപോലെ തന്നെ എല്ലാവരും ഉണ്ട്. അപ്പോൾ ഗ്രീഷ് ഷേഡിയാണ് മെയിലിൻ്റെ ഡയറക്ഷനും എല്ലാം ചെയ്തത്. അപ്പോൾ എന്തായാലും നല്ലൊരു പ്രതീക്ഷയുണ്ട്. കാരണം ഈ സിനിമയുടെ അനൗൺസ്മെൻറ്റ് എനിക്ക് എൻ്റെ കുറച്ച് ദിവസം 5-6 മാസം മുമ്പേ അനൗൺസ്മെൻറ്റ് ഉണ്ട് ഈ ഓണം റിലീസ്. അപ്പോൾ എന്തായാലും ഈ ഓണം നിവിൻ തൂക്കി തന്നെ പറയാം. ഞാൻ ഫസ്റ്റ് ഡേയിലെ പടം കാണണം. കാരണം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഡേ ഖലീഫ കണ്ടുകൊണ്ട് സെക്കൻഡ് ഡേ ആണ് ഖലീഫയുടെ റിലീസിൻ്റെ പിറ്റേ ദിവസമാണ് ഈ സിനിമ ഇറങ്ങിയത്. അപ്പോൾ എനിക്ക് രണ്ടും കൂടെ അടുപ്പിച്ച് കാണാൻ പറ്റിയില്ല, ക്ലാസ്സൊക്കെ ആയതുകൊണ്ട് അടുപ്പിച്ച് കാണാൻ പറ്റില്ല. അതുകൊണ്ട് എന്തായാലും ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് എന്തായാലും ഒന്ന് കാണാൻ വിചാരിച്ചു. എന്തായാലും ഖലീഫയുടെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായി. എനിക്ക് അന്ന് ഫസ്റ്റ് ഡേ കണ്ടപ്പോൾ ഒരു കുഴപ്പം തോന്നില്ല. കാരണം എനിക്ക് ഓളത്തിന് തിയേറ്ററിൽ ഹൗസ്ഫുൾ ആയിരുന്നൊരു തിയേറ്റർ, അതുകൊണ്ട് നല്ല ഓളത്തിരുന്ന് കണ്ടുകൊണ്ടാണ് എന്തോ ഒരു ഓക്കെ ഫീൽ എന്നാണ് തോന്നിയത്. പക്ഷേ ഇപ്പോൾ എൻ്റെ ട്രോളൊക്കെ കാണുമ്പോൾ എനിക്കത് അംഗീകരിക്കുന്നു. പക്ഷേ ഒരു മോശം പടം എന്ന് ഇപ്പോഴും പറയുന്നില്ല. ഒരു പക്ക എന്താ പറയുക, ഒരു ഫാക്ഷൻ പടം ആണ് ഖലീഫ. അത്ര ഞാൻ പറഞ്ഞു. ഒരു മോശം പടം എന്ന് ഇപ്പോഴും ഞാൻ പറയത്തില്ല. ഒരു തിയേറ്റർ 2.5 മണിക്കൂർ നല്ല ആക്ഷൻ സീൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കാണെങ്കിൽ പോയി കാണുക. അല്ലാത്ത കഥയും വെച്ചുകൊണ്ട് പോയാൽ ഒട്ടും ഇഷ്ടപ്പെടില്ല. ഒരു ആക്ഷൻ സിനിമ കാണാൻ താല്പര്യമുള്ളവർ ഖലീഫ കാണുക. ഒരു ഫാമിലി ചിത്രം കാണാൻ താല്പര്യമുള്ളവർ ബെത്തലിൻ കുടുംബ യൂണിറ്റ് വന്ന് തന്നെ കാണാം നിവിൻ പോളിയുടെ പുതിയ സിനിമ. അത് ഞാൻ കാണാതെ തന്നെ ഈ സിനിമ കണ്ടിട്ടില്ല. BK അതായത് നിവിൻ പോളിയുടെ സിനിമ ഞാൻ കണ്ടിട്ടില്ല. എന്നാലും ഞാൻ പറയുന്നു, ഒരു ഫാമിലി സിനിമ ഇഷ്ടപ്പെടുന്നെങ്കിൽ ഇത് തന്നെ വന്നിരുന്ന് കാണുക. അപ്പോൾ ഞാൻ എന്തായാലും സിനിമയുടെ ഇൻ്റർവെല്ലായിട്ട് ഞാൻ ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം. എന്തായാലും കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല. അപ്പോൾ നല്ല ഇന്ന് തന്നെ ഞായറാഴ്ച ആയിട്ട് പോലും നല്ല ഹൗസ്ഫുള്ളാണ്. രണ്ടാമത്തെ ദിവസമാണ്. ഫ്രണ്ട് റോ വരെ ഫുള്ളാണ്. എൻ്റെ ഫ്രണ്ട് റോ ഫാമിലീസ് ആയിരിക്കുന്നത്. ഞാൻ സാധാരണ ഇങ്ങനെ ഫ്രണ്ട് റോയിൽ ഫാമിലീസ് സിനിമ കണ്ടിട്ടില്ല. പക്ഷേ എന്തായാലും ഈ പടത്തിൻ്റെ റേഞ്ച് അങ്ങനെ മനസ്സിലാക്കിയത്. എന്തായാലും നമുക്ക് ഇനി ഇൻ്റർവെല്ലായിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം. അങ്ങനെ ഗൈസ്, പടം ഫസ്റ്റ് ഹാഫ് കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. എന്ത് പറയാം, പക്ക ഫീൽ ഗുഡ്. ഞാൻ അത്രേ പറയുന്നുള്ളൂ. ഒരു സ്മോൾ പ്രണയകഥ അത്രേ ഉള്ളൂ. അതായത് അങ്ങനെ ഞാൻ പറയുന്നുള്ളൂ. ബാക്കിയെല്ലാം ഒരു ഫീൽ ഗുഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു പക്ക ഫാമിലി ഫീൽ ഗുഡ് എന്ന് പറഞ്ഞാൽ വേറെ അനാവശ്യമായിട്ടൊരു ഡയലോഗുകളോ അങ്ങനെ ഒന്നുമില്ല. തിയേറ്ററിൽ ഒരു ഫസ്റ്റ് ഹാഫിനെ കണ്ടുള്ളൂ. എന്നാലും ഞാൻ പറയാം, ഒരു മണിക്കൂർ ഫസ്റ്റ് ഹാഫ് നല്ല രീതിയിൽ ചിരിച്ച് മറിഞ്ഞ ഒരു ഫാമിലി ആയിട്ടൊക്കെ വന്ന നല്ല രീതിയിൽ കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ് ഈ സിനിമ. അതായത് നല്ല നിവിൻ പോളിയുടെ ആക്ടിങ് ആയാലും അതായത് വേറെ ചിരിച്ച് മറിയാൻ വേണ്ടിയുള്ള സാധനം. ഫസ്റ്റ് ഹാഫ് തുടക്കം കുറച്ച് ലാഗ്. പക്ഷേ ആ ലാഗ് നമ്മൾ ഇൻ്റർവെൽ ആകുമ്പോൾ വിചാരിക്കും ഇതിന് ലാഗ് പറയേണ്ട ആവശ്യമുണ്ടോ. ലാഗ് ഇങ്ങനത്തെ ഒരു ഫാമിലി മൂവി ലാഗ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഉണ്ടാവില്ല. അതൊക്കെ അങ്ങനെ ലാഗ് തോന്നത്തില്ല. ലാഗ് ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഈ ഒരു ഫാമിലി മൂവിയാണ് നമ്മൾ അങ്ങനെ കണ്ടാൽ മതി. ആ രീതിയിൽ കാണുമ്പോൾ തന്നെ നമുക്ക് എല്ലാം തേച്ചു. അതായത് ഫസ്റ്റ് ഞാൻ പറഞ്ഞ ഒരു 5 മിനിറ്റ് ലാഗുള്ളൂ എനിക്ക് ഫീൽ ചെയ്ത്. ബാക്കിയെല്ലാം പടം ഇന്നായിട്ടുണ്ട്. പിന്നെ നിവിൻ പോളിയുടെ ഒരു ഫ്ലാഷ് ബാക്ക് പറയുന്നുണ്ട്. അതൊന്നും ഇതിനകത്ത് പറയുന്നത് നിവിൻ പോളിയുടെയും ഒരു മമിത ബൈജുവിൻ്റെ ഒരു ഫ്ലാഷ് ബാക്ക് പോലെ എന്തെങ്കിലും പറയുന്നുണ്ട്. പക്ഷേ അല്ലാതെ അത് കാണിക്കുന്നൊന്നുമില്ല ഫസ്റ്റ് ഹാഫിൽ. സെക്കൻഡ് ഹാഫിൽ കാണിക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഗിരീഷ് ഷേഡി പൊളിച്ചിട്ടുണ്ട്, അത്ര ഞാൻ പറയുന്നുള്ളൂ. നല്ല രീതിയിൽ പടം ഫസ്റ്റ് ഹാഫ് എനിക്ക് ഇഷ്ടപ്പെട്ടു. അതായത് ഒരു ചിരിച്ച് മറിഞ്ഞ സിനിമ. ഞാൻ ഖലീഫ കണ്ടതിൻ്റെ ക്ഷീണം ഇതിനകത്ത് മാറ്റി എന്ന് വേണമെങ്കിൽ പറയാം. ഖലീഫ ഉള്ളിലൊന്നുമില്ല ഞാൻ പറഞ്ഞത് എന്തോ, പക്ഷേ ഖലീഫ കണ്ടതിൻ്റെ ക്ഷീണം ഇതിനകത്ത് മാറി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇതാണ് ഓണം വിന്നർ എന്ന് വേണമെങ്കിൽ പറയാം. ഇനിയിപ്പോൾ അടുത്ത കുറേ സിനിമകൾ ഇറങ്ങും. പക്ഷേ എന്നാലും ഞാൻ പറയുന്നു, ഓണം നിവിൻ തൂക്കി എന്ന് വേണമെങ്കിൽ പറയാം. ക്രിസ്മസ് നിവിൻ തൂക്കിയെങ്കിൽ ഓണം നിവിൻ തൂക്കി, അത്ര ഞാൻ പറയുന്നുള്ളൂ. എന്ത് പറയാം, എനിക്ക് നല്ല രീതിയിൽ പടം ഫസ്റ്റ് ഹാഫ് ഇഷ്ടപ്പെട്ടു. നല്ല എല്ലാവരും അമൽ ഡേവിസിൻ്റെ ഇവരുടെ നിവിൻ പോളിയുടെയൊക്കെ കോമഡി ഇതൊക്കെ നല്ല രസമുണ്ട്. പിന്നെ മോളിവുഡ് ടൈംസിൽ നസ്രീൻ്റെ ഒരു ഫ്രണ്ടായിട്ട് വരുമല്ലോ, ആ വേഷം സിനിമയിലൊക്കെ അഭിനയിച്ച ആ പയ്യൻ്റെ ആക്ടിങ് നല്ല ഗംഭീരമായിരുന്നു. നല്ല രീതിയിൽ ചിരിച്ച് നമ്മൾ ഒരു ചില സിറ്റുവേഷനൊക്കെ നല്ല രീതിയിൽ നമുക്ക് ചിരിക്കാൻ എൻ്റെ ദൈവമേ തിയേറ്റർ ഫുൾ ചിരിയായിരുന്നു. എനിക്കിപ്പോഴും അതിൻ്റെ ഒരു ചിരി മാറിയിട്ടില്ല. അത് പറയുമ്പോൾ തന്നെ എന്ത് രസം എന്ന് പറയാം. എന്ത് നല്ല ക്ലീൻ സിനിമ എന്നൊക്കെ പറഞ്ഞ് ഇതാണ്. ഇതിനു മുമ്പ് എനിക്ക് സർവ്വമായാണ് തോന്നുന്നത് നിവിൻ പോളിയുടെ ഒരു ഹിറ്റ് നൽകിയത്. പ്രതീക്ഷയും ബേബി ഗേളും എനിക്ക് തോന്നുന്നത് തിയേറ്ററിൽ പരാജയമായിട്ടാണ് തോന്നുന്നത്. പക്ഷേ സർവ്വമായ വെച്ച് അപേക്ഷിക്കുമ്പോൾ ഇത് കുറച്ചും കൂടെ നല്ല അതിനേക്കാൾ ഫീൽ ഗുഡാണെന്നാണെങ്കിൽ പറയാം. സർവ്വമായ കുള്ളിലെന്ന് ഞാൻ പറഞ്ഞത്, സർവ്വമായ വെച്ച് നോക്കുമ്പോൾ അതിനേക്കാൾ നല്ല കിടില ഫീൽ ഗുഡാണിത്. അത്രയും ചിരിക്കുന്നുണ്ട്. ഇനി സെക്കൻഡ് ഹാഫ് കൊണ്ടിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം. മ്യൂസിക് ആയാലും BGM ആയാലും എന്തുകൊണ്ടും ബെറ്റർ. ഇനി സെക്കൻഡ് ഹാഫ് കൂടെ കണ്ടിട്ട് ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ പറയാം. അങ്ങനെ കഴിച്ച പടം സെക്കൻഡ് ഹാഫ് കൂടെ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. എന്ത് പറയാം, സെക്കൻഡ് ഹാഫാണ് ഫസ്റ്റ് ഹാഫിനെക്കാളും പക്കാ സാധനം. സെക്കൻഡ് ഹാഫ് കുറച്ച് നല്ല ഇമോഷണലും
ആ രീതിയിലൊക്കെ ഞാൻ സെക്കൻഡ് ഹാഫിൽ മറ്റേ ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നില്ല കേട്ടോ. നിവിൻ പോളിയുടെ ആയാലും ഒരു സ്റ്റോറി പറയുന്നുണ്ട് നിവിൻ പോളിയുടെ. അതിനെ ഒരു ഞാൻ പറയും ജസ്റ്റ് ഒരു പ്രണയകഥ. അത് ഞാൻ നല്ലൊരു രീതിയിൽ ഫാമിലി പക്കാ സാധനം കുറേ റെഫറൻസുകളുണ്ട് കേട്ടോ. അതായത് കോമഡി റെഫറൻസുകളാണ്. അതായത് അയ്യപ്പ, ഒരു സാധനം അയ്യപ്പ, നമ്മുടെ പൃഥ്വിരാജിൻ്റെ സിനിമ ഉണ്ടല്ലേ അയ്യപ്പ, അത് ആ ഒരു ആക്ഷന് പകരം അയ്യപ്പ, ആ ഒരു സാധനങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. അതാണ് ഒരു റെഫറൻസ്. ബാക്കി ഞാൻ അതേ പറയുന്നുള്ളൂ. ബാക്കി വേറെയും കുറേ റെഫറൻസുകളുണ്ട്. സെക്കൻഡ് ഹാഫ് നല്ല പ്രണയവും നല്ല രീതിയിലൊക്കെ കാണിച്ച് സെക്കൻഡ് ഹാഫിൽ കുറച്ച് ക്ലൈമാക്സ് ഒക്കെ ആകുമ്പോൾ കുറച്ച് ഇമോഷണൽ രീതിയിലും, അതായത് ഒരു ടിപ്പിക്കൽ കഥ വിത്ത് ഫാമിലി എൻ്റർടൈനർ, അത്ര ഞാൻ പറയുന്നുള്ളൂ. ഒരു പക്ക ഒരു ഫാമിലി എൻ്റർടൈൻമെൻറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് തിരുവോണ സമയത്തൊക്കെ രാത്രി ബോറടിക്കുമ്പോൾ സിനിമ കാണാൻ പോകണമെങ്കിൽ ഇത് കാണുക. ഫാമിലി ആയിട്ടൊക്കെ സിനിമ കാണാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നമ്മുടെ നിവിൻ പോളിയുടെ ബെത്തലിയും കുടുംബം വെച്ച് എന്നെ കാണുക. ആ ഒരു പക്ക സാധനമായിരിക്കും. തിയേറ്റർ ഈ ഓണത്തിന് നമുക്ക് കാണാൻ പറ്റിയ പക്ക സാധനം. ഒരു മടുപ്പും വരത്തില്ല. എനിക്ക് നല്ല രീതിയിൽ പടം ഇഷ്ടപ്പെട്ടു. ഇപ്പോഴും ആ ചിരി, അതായത് ചിരിച്ച് മറിയാം. വേറെ നമ്മളെ വിഷമിപ്പിക്കുന്ന രീതിയിലൊന്നുമില്ല. പക്ക ക്ലൈമാക്സ് എൻഡിങ്, നല്ല രീതിയിൽ ക്ലൈമാക്സ് എൻഡിങ് നമ്മളെ സന്തോഷപ്പെടുത്തിയിട്ട് തന്നെയാണ് ഈ സിനിമ അവസാനിക്കുന്നത്. പിന്നെ സർവ്വമായിൽ കുറച്ച് ഇമോഷണൽ രീതിയിലാണ് നമ്മുടെ ഫസ്റ്റ് ക്ലൈമാക്സ് ഒതുക്കിയെങ്കിൽ, പക്ഷേ ഇത് ഫുൾ നമ്മളെ ക്ലൈമാക്സ് നമ്മളെ സന്തോഷപ്പെട്ട് ഓണം നമുക്ക് തൂക്കി എന്ന് വേണമെങ്കിൽ പറയാം. ഓണത്തിന് കിട്ടിയ സിനിമ ഗംഭീരം. ഓണത്തിന് കുറേ സിനിമകൾ ഇനി ഇറങ്ങുന്നുണ്ട്. അയാം ഗെയിം ആയാലും ടോക്സിക് ആയാലും, അതൊക്കെ ഇതിൻ്റെ കൂട്ടത്തിൽ പെടുത്തേണ്ട സിനിമകളല്ല, അത് വേറെ കാര്യം. പക്ഷേ ഇത് ഒന്നൊന്നര സിനിമയാണ്, അത്ര ഞാൻ പറയുന്നുള്ളൂ. ഒരു ഫാമിലി, എൻ്റെ വേറെ മലമറിക്കുന്ന സംഭവങ്ങളോ ഒന്നുമില്ല. ഫാമിലി മൂവി, പക്ക ഫീൽ ഗുഡ്. ഞാൻ അത്രയേ പറഞ്ഞുള്ളൂ. കൂടുതൽ കഥ പറയണമുണ്ട്, പക്ഷേ കൂടുതൽ പറഞ്ഞാൽ നിങ്ങളുടെ ത്രില്ല് പോകും. ആ ഒരു ഫ്രഷ് മൈൻഡിലിരുന്ന് കാണുക. എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും ഈ സിനിമ പോയി കണ്ടു നോക്കുക. നല്ല രീതിയിൽ അങ്ങ് ഇഷ്ടപ്പെടും. ഇങ്ങനത്തെ സിനിമകളും ഇറങ്ങുക ഹിറ്റാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇങ്ങനത്തെ ഒരു ഫാമിലി സിനിമകൾ ഇറങ്ങിയാലും ഹിറ്റാകും എന്നുള്ളൊരു സിനിമയാണിത്. കാരണം ഫുൾ എന്താ പറയുക, ആക്ഷൻ സിനിമകൾ മാത്രമല്ല, ഇങ്ങനത്തെ സിനിമകളും ഇറങ്ങിയാൽ ഹിറ്റാകും എന്നുള്ളൊരു കാര്യം ഇതിന് എഴുതി വെച്ചുതരാം. എന്തായാലും എന്താ പറയുക, നിങ്ങൾ എന്തായാലും തിയേറ്റർ തന്നെ പോയിരുന്ന് കാണുക, അത്ര ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ അത്രയുള്ള ഗൈസ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ചാനലിൽ സിനിമ റിവ്യൂസും തിയേറ്റർ റിവ്യൂസൊക്കെ ഇടുന്ന എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഇനി വരുന്ന വീഡിയോസിലൊക്കെ തന്നെ ഞാൻ വരുന്ന മൂവീസിൻ്റെ റിവ്യൂസൊക്കെ എടുത്തിടാം. ഇനി വരുന്ന ടോക്സിക്, അങ്ങനെ അയാം ഗെയിം, അങ്ങനെ എല്ലാ മിക്ക സിനിമയുടെ റിവ്യൂസ് പറ്റുമെങ്കിൽ എന്തായാലും ഇടാം. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണാം. ബൈ.